സുധീഷ്, ഈ കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസ് നമുക്കറിയാം, ഭാസുരാംഗന്റെ കുടുംബാംഗങ്ങൾ അടക്കം പ്രതികളാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ. ഭാര്യ മൂന്നാം പ്രതിയായ സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. എന്തായാലും ഭാസുരാംഗനും ഭാര്യയും മരുമകനെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി. ലക്ഷ്മി, അതാണ് കണ്ടല ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ 6 പേരുടെ പ്രതിപട്ടികയിലുള്ളത്. ഈ 6 പേരെയും ചോദ്യം ചെയ്യും എന്നതാണ് ED വ്യക്തമാക്കുന്നത്. ഇവരെല്ലാം തന്നെ ആദ്യ ഘട്ടത്തിൽ മകനും ഭാസുരാംഗനും മാത്രമായിരുന്നു പ്രതിപട്ടികയിലുള്ളത്. അതിന് ശേഷമാണ് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള മറ്റ് 4 പേർ കൂടി, അതായത് മകളും മരുമകനും മറ്റൊരു മകളും അതോടൊപ്പം തന്നെ ഭാസുരാംഗൻ്റെ ഭാര്യയും, ഇവർ 4 പേരും പ്രതിപട്ടികയിലേക്ക് വന്നു. ഇവർ എല്ലാവരും തന്നെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാവാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇവരെ ഈ പുതിയതായി പ്രതി ചേർക്കപ്പെട്ട 4 പേരെയും ചോദ്യം ചെയ്യാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഭാസുരാംഗൻ്റെയും മകൻ്റെയും ജാമ്യാപേക്ഷ അവർ ഇപ്പോൾ റിമാൻഡിലാണ്. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായും ഈ 4 പേരെ കൂടി ചോദ്യം ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ നടന്നിട്ടുള്ള ഏതാണ്ട് 3 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനുവേണ്ടി എന്നാണ് ചോദ്യം ചെയ്യലെന്ന തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച ഇവർ 4 പേരും കോടതിയിൽ ഹാജരാവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷ്മി, സുധീഷ് ഗോപാലാണ് നൽകിക്കൊണ്ടിരുന്നത്.